നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സീസണിൽ വളരെ മോശം പ്രകടനമാണ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നടത്തിയിട്ടുള്ളത്. അവർ 8ാം സ്ഥാനത്താണ് ഈ സീസണിൽ ഇപ്പോൾ ലീഗിൽ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അടുത്ത യുവേഫ ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത കരസ്ഥമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പ്രീമിയർ ലീഗിൽ മാത്രമായി 14 തോൽവികൾ അവർ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. യുണൈറ്റഡ് തങ്ങളുടെ ക്ലബിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം ഫിനിഷിംഗ് ആണ് ഇപ്പോൾ ഈ ഒരു സീസണിൽ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പരിശീലകനായ എറിക് ടെൻ ഹാഗിനെ പുറത്താക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാനേജ്മെന്റ് തീരുമാനിച്ചിരുന്നു. ഇന്നത്തെ FA കപ്പ് ഫൈനലിലെ റിസൾട്ട് എന്ത് തന്നെ ആയാലും ടെൻ ഹാഗിനെ പുറത്താക്കാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ തന്നെ സ്വയം ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ എറിക് ടെൻ ഹാഗ് തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. 2 വർഷത്തിനിടെ 3 ഫൈനലുകൾ തങ്ങൾ കളിച്ചു വന്നും അതൊരു മോശമായ കണക്കല്ല എന്നുമാണ് ടെൻ ഹാഗ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ ക്ലബ്ബ് ഉള്ളത് ഒരു മാറ്റത്തിന്റെ സമയത്താണ്. ഞങ്ങൾ ഒരുപാട് പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. ഒരുപാട് താരങ്ങൾ ഉയർന്ന ലെവലിൽ എത്തിയിട്ടുമുണ്ട്. ചില യുവതാരങ്ങൾ ഞങ്ങളുടെ ടീമിലൂടെ വളർന്നു വന്നു. അവരിപ്പോൾ കോപ്പ അമേരിക്കയും യൂറോ കപ്പും ഒക്കെ കളിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇതൊരു നല്ല കാര്യമാണ്. തീർച്ചയായും ഈ ടീം ഇംപ്രൂവ് ആവാൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതേസമയം ഞങ്ങൾക്ക് കിരീടങ്ങളും ആവശ്യമാണ്. ഒരു കിരീടം നേടാനുള്ള വലിയ അവസരം ഞങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഉണ്ട്. 2 വർഷത്തിനിടെ 3ാമത്തെ ഫൈനലാണ് ഞങ്ങൾ കളിക്കുന്നത്. അതൊരിക്കലും മോശമായ ഒരു കാര്യമല്ല. ഇതാണ് യുണൈറ്റഡ് പരിശീലകനായ എറിക് ടെൻ ഹാഗ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ FA കപ്പ് ഫൈനലിൽ മാഞ്ചസ്റ്റർ സിറ്റിയും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത്. അന്ന് 1-2 ഗോളുകൾക്ക് യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം നേടാൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കഴിഞ്ഞിരുന്നു. അതിന് പ്രതികാരം തീർക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ യുണൈറ്റഡിന് ലഭിച്ചിരിക്കുന്നത്. പക്ഷെ എല്ലാ കണക്കുകളും ഇന്ന് മാഞ്ചസ്റ്റർ സിറ്റിക്കൊപ്പമാണ് നിലകൊള്ളുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.